തെരഞ്ഞെടുപ്പ് കമ്മീഷനോടോ ഭരിക്കുന്ന BJP-യോടോ ചോദിക്കുമ്പോൾ ആ ചോദ്യം രാഹുലിന്റെ നാവിലൂടെ വരുന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ശബ്ദമായിട്ടാണ്. ഇത് ജനങ്ങൾ കണ്ട കാര്യമാണ്. LDF-ന് വോട്ട് ചെയ്യുമ്പോൾ താമര കത്തുന്നു എന്ന് പറഞ്ഞത് ഇതാരും വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതല്ല, പാർട്ടിക്കാർ കൊണ്ടുവച്ചതല്ല. ഈ മെഷീൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഡിജിറ്റൽ ഡേറ്റ തന്നാൽ ഞാൻ 10 മിനിറ്റ് കൊണ്ട് തെളിയിക്കാമെന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിട്ട് പോലും ഡേറ്റ കൊടുക്കുന്നില്ല. രാഹുൽ ഗാന്ധി എന്താ നിയമപരമായി പോകട്ടെ, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചി, 1000 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും രാഹുലിനെ തളർത്താനാകില്ല. ഇനി എന്താണ്, ഇന്ത്യ മുന്നണിക്ക് അകത്ത് നിൽക്കുന്നവർ തന്നെ എത്ര വിമർശിച്ചാലും തന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും വീണ്ടും ശക്തനായി രാഹുൽ തിരികെ വരിക തന്നെ ചെയ്യും. കാര്യം കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ സംസാരം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കൊണ്ടെത്തിച്ചത് ഇതേ രീതിയിലാണ്. രാഹുലിനെ തളർത്താനോ തോൽപ്പിക്കാനോ ഇന്നത്തെ NDA-ക്കോ BJP-ക്കോ കഴിയില്ല എന്ന് തന്നെയാണ് രാഹുൽ വ്യക്തമാക്കിയത്. രാഹുൽ ആരോപിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല. രാഹുൽ ഇന്നലെ 3 ചോദ്യങ്ങൾ, അതും വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് സഭയിൽ ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന് എന്തിന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി? ന്യായമായ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്യാനാകില്ല എന്ന നിയമം എന്തിനു കൊണ്ടുവന്നു? മൂന്നാമത്തെ ചോദ്യം, 45 ദിവസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് CCTV നശിപ്പിക്കും എന്ന നിയമം എന്തിനു കൊണ്ടുവന്നു? ഈ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക്. ഈ ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസമല്ല, വളരെ മുൻപ് തന്നെ രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പല അവസരങ്ങളിലും രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാഹുൽ ഗാന്ധി ഈ ചോദിക്കുന്നതൊന്നും രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, രാഹുലിന് പ്രധാനമന്ത്രി കോൺഗ്രസിന് വേണ്ടിയിട്ടുമല്ല. ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ ജനങ്ങൾക്ക്, ഇന്ത്യയുടെ ഓരോ ജനാധിപത്യ വിശ്വാസികളായ ഓരോ പൗരനു വേണ്ടിയുമാണ് രാഹുൽ ഗാന്ധി ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ആ ചോദിക്കുന്ന ചോദ്യത്തിന് ഈ രാജ്യത്ത് നിന്ന് പോലും, അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ആവശ്യം വേണ്ട, അതായത് കിട്ടേണ്ട സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇങ്ങനെ അല്ല അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത്. കാര്യം തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം രാഹുലിനൊപ്പം നിൽക്കുകയും ഒരു പരാജയം വന്നാൽ രാഹുലിനെ കുറ്റപ്പെടുത്തുകയാണ് ഇന്ത്യ മുന്നണിക്ക് അകത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് ഒരു ശരിയായ രീതിയല്ലല്ലോ. അല്ല, ഇന്ത്യ മുന്നണി അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ രാജ്യവ്യാപകമായി നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലാണ് BJP-യുടെ NDA-യിലല്ലാത്ത മറ്റെല്ലാ കക്ഷികളും. നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം തന്നെ എടുക്കാം. ദേശീയപരമായി നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനൊപ്പമാണ് CPM എന്നും CPM-നോടൊപ്പമുള്ള കക്ഷികളെന്നും പറയുമെങ്കിലും, പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവർ മുഖ്യ ശത്രുക്കളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മിക്കവാറും രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ ഈ പ്രാദേശികമായി പല പാർട്ടികളും തയ്യാറാകാത്തത്. പക്ഷെ ഇവർ ചിന്തിക്കുന്നില്ല ഇവരെല്ലാവരുടെയും പോരാട്ടം ആർക്കെതിരെയാണ് എന്നുള്ളത്. ഇപ്പൊ പറയാം, BJP എന്തിനാണ് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്ന് ചോദിക്കാം. ഇപ്പോ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ BJP-യുടെ ഒരു മുന്നിലുള്ള ഒരു കാര്യം. അവർക്ക് ഭരണം നിലനിർത്തുക, ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറ്റിയെടുക്കുക എന്നൊക്കെയുള്ള അവരുടെ ഒരു അജണ്ടയും ഭരണം നിലനിർത്തുക എന്നത് മാത്രമാണ് BJP-യുടെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടി അവർ എന്ത് കുറുക്കു വഴികളും സ്വീകരിക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. അത് പറയുമ്പോൾ അവർ തിരികെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും കാലം ഈ കോൺഗ്രസ് എല്ലാം ചെയ്തതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണോ എന്ന് ചോദിക്കും. പക്ഷേ ഒരു ജനാധിപത്യ ധ്വംസനം എന്ന രീതിയിലൊന്നും കോൺഗ്രസും മറ്റു പാർട്ടികളൊന്നും ഒരിക്കലും ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്? ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സായ ആ തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുക എന്നതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത്. അതേസമയം ഗണേഷ് കുമാറൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്താണ്? ഒരു ആരോപണം വരുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത്? ജനങ്ങളോടാണ് അവർ മറുപടി പറയുന്നത്, രാഹുൽ ഗാന്ധിക്കല്ല. രാഹുൽ ഗാന്ധി ചോദ്യം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പേര് അവിടെ അഡ്രസ് ചെയ്തിട്ടല്ലല്ലോ മറുപടി പറയേണ്ടത്. അതെ, അതായത് രാഹുൽ ഗാന്ധി ഈ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് വദ്രയ്ക്കും വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്, മറിച്ച് കോൺഗ്രസിലെ കുറച്ച് നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്. ഇന്ത്യയിലെ ഓരോ പൗരനും ചോദിക്കേണ്ട ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഇനി സഭയിലായാലും എവിടെയായാലും, മാധ്യമങ്ങളോടായാലും മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലായാലും
തെരഞ്ഞെടുപ്പ് കമ്മീഷനോടോ ഭരിക്കുന്ന BJPയോടോ ചോദിക്കുമ്പോൾ ആ ചോദ്യം രാഹുലിന്റെ നാവിലൂടെ വരുന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ശബ്ദമായിട്ടാണ്. അപ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. അതിന് കൃത്യമായ മറുപടി പറയുക എന്നുള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ തന്നെ എടുക്കാം. LDFന് വോട്ട് ചെയ്യുമ്പോൾ BJPയുടെ താമരയിൽ പൂവിരിയുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ എന്ത് അസംബന്ധമാണ്? മുൻപ് പറയുമായിരുന്നു ഈ EVM-ൽ കള്ളത്തരം കാണിച്ച് BJP അധികാരത്തിൽ വന്നു എന്ന് പറയുന്നു. അപ്പോ ചിലയിടത്തെങ്കിലും കോൺഗ്രസ് ജയിക്കുമ്പോൾ ഇവർ ചോദിക്കുമായിരുന്നു, അപ്പൊ കോൺഗ്രസ് ജയിച്ചാൽ EVM-ൽ അട്ടിമറിയില്ല, BJP ജയിച്ചാൽ മാത്രമേ അട്ടിമറിയുള്ളൂ എന്ന് ചോദിക്കുമായിരുന്നു. അവർ ജയിക്കാൻ വേണ്ടി എന്തും പറയുന്നവരാണ്. അപ്പോൾ ഈ ഒരു സംഭവം, ചെറിയ സംഭവം, ഇവിടെ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവമാണ്. ഇതിനവർക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ തരത്തിലും സുതാര്യമായിരിക്കണമെന്നാണ്. ഇതിനവർക്ക് ഉത്തരം പറയാനുണ്ട്. ഇത് ജനങ്ങൾ കണ്ട കാര്യമാണ്. LDFന് വോട്ട് ചെയ്യുമ്പോൾ താമര കത്തുന്നു എന്ന് പറഞ്ഞത് ഇതാരും വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതല്ല, പാർട്ടിക്കാർ കൊണ്ടുവച്ചതല്ല. ഈ മെഷീൻ എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രവർത്തികൾ മുഴുവൻ നടക്കുന്നത്. അപ്പൊ ഇതിന് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ട സ്ഥാനത്ത് എത്രയോ നാളുകളായി രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. വോട്ടർ പട്ടികയിലെ അട്ടിമറി, ക്രമക്കേടുകൾ. ഇപ്പൊ SIRന്റെ പേരിൽ എന്താണ് നടക്കുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. ബീഹാറിൽ നടന്നത് തന്നെ ഇതിനവർ ഉത്തരം പറയുന്നില്ല. ചേച്ചി, ഞാൻ പറയുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി ജ്ഞാനേഷ് കുമാർ മാധ്യമങ്ങളെ വിളിച്ചു കൊടുത്താൽ, എന്ന് വെച്ചാൽ രാഹുൽ പറയുന്നത് വെറും പൊള്ളയായ ആരോപണങ്ങളാണെന്നിരിക്കട്ടെ, അതെ, എങ്കിൽ അത് തെളിയിക്കണം. അതെങ്കിലും അവർ തെളിയിക്കണ്ടേ? ഇത് അതൊന്നും ചെയ്യാതെ ഇപ്പോ നിയമപരമായി എന്തുകൊണ്ട് രാഹുൽ നിയമപരമായി ഇതിനെ നേരിടുന്നില്ല എന്ന് പറഞ്ഞാൽ നേരിടാൻ പറ്റാത്ത രീതിയിൽ അവർ അതിനെ ആക്കി വെച്ചേക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്താണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭരിക്കുന്ന പാർട്ടിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിയന്ത്രിച്ചു വെച്ചിരിക്കുമ്പോൾ രാഹുൽ എന്ത് ചെയ്യണം? ഇപ്പം ഒറ്റ എക്സാമ്പിൾ പറയാം ചേച്ചി. ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ബീഹാറിലെടുക്കാം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി, കോൺഗ്രസ് എന്നിരിക്കട്ടെ, കോൺഗ്രസ് എന്നിട്ട് വിഷ്വൽ ചോദിക്കുന്നു. അവർ കൊടുക്കില്ല. 40 ദിവസം കഴിഞ്ഞാൽ വിഷ്വൽ പോകും. ഇതിനി ഈ പറയുന്ന പോലെ ഡേറ്റ എടുത്ത് അല്ലാതെ ഡേറ്റ എടുത്ത് അനാലിസിസ് വരുമ്പോൾ 6 മാസം എടുക്കും. 6 മാസം കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഈ നിയമം പറയുന്നത് 30 ദിവസത്തിനകം കൊടുക്കണം. അതെങ്ങനെ കൊടുക്കും? വോട്ടർ പട്ടിക പഠിച്ചാൽ അല്ലെങ്കിൽ വോട്ടർ പട്ടിക വെരിഫൈ ചെയ്താൽ മാത്രമല്ലേ കേസ് കൊടുക്കാൻ പറ്റും. ഒരു ബൂത്തിലെ വോട്ടർ പട്ടികയാണോ ഇവർക്ക് പരിശോധിക്കാൻ? അല്ല, ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ബൂത്തിലെ വോട്ടർ പട്ടിക തന്നെ പരിശോധിക്കാൻ സമയമെടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡേറ്റ കൊടുക്കണം. ഡിജിറ്റൽ ഡേറ്റ കൊടുത്താൽ നമുക്കതുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ അത് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഡിജിറ്റൽ ഡേറ്റ തന്നാൽ ഞാൻ 10 മിനിറ്റ് കൊണ്ട് തെളിയിക്കാമെന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിട്ട് പോലും ഡേറ്റ കൊടുക്കുന്നില്ല. രാഹുൽ ഗാന്ധി എന്താ നിയമപരമായി പോകട്ടെ, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഏത് രീതിയിലാണ് നിയമപരമായി? ഇപ്പൊ BJP അനുകൂലികൾ പല രീതിയിലും രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്നുണ്ട്, കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്നുണ്ട്. ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചു മുടിച്ചു എന്ന് പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കോൺഗ്രസ് ഭരിച്ച് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റിന്റെ ഭാഗമായാണ് ഇപ്പോൾ BJP ഭരണത്തിൽ ഇന്ത്യ മുന്നേറിയിട്ടുള്ളത് എന്ന കാര്യം അറിവുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. അത് വെറുതെ എന്തെങ്കിലും പറഞ്ഞു കേട്ട് പറയുന്നതല്ല. അത് കൃത്യമായി ഡാറ്റ വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അതിവിടെ നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ എന്താണ്, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്നുള്ള രീതിയാണ് ഈ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയെ അനുകൂലിക്കുന്നവരും ഇത്രയും കാലമായി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സത്യത്തെ എല്ലാ കാലത്തും മൂടി വെക്കാൻ കഴിയില്ല. ഇത് എന്നെങ്കിലും മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. രാഹുൽ ഗാന്ധി അത്ര പൊട്ടനാണോ? ഇങ്ങനെ ഇപ്പൊ ഇവര് രാഹുൽ ഗാന്ധി അങ്ങനെ കളിയാക്കാറുണ്ട്. ഭാവി പ്രധാനമന്ത്രിയാണ് പപ്പു എന്ന് വിളിച്ചൊക്കെ കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അറിയാവുന്നവർക്ക് കൃത്യമായി അറിയാം രാഹുൽ ഗാന്ധി പറയുന്നതിൽ കാര്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ജെൻസി ഒപ്പം കൂട്ടാൻ രാഹുലിന് കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പൊ പപ്പു എന്ന് വിളിച്ചാലും, ഏതൊക്കെ രീതിയിൽ രാഹുലിനെ സൈബർ അറ്റാക്ക് ചെയ്താലും വലിയൊരു പിന്തുണ ജെൻസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. നമ്മൾ മുമ്പത്തെ തെരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സാധാരണ പറയാറുണ്ട്, ജെൻസിക്ക് അല്ലെങ്കിൽ എന്താ ഈ പുതിയ തലമുറയ്ക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, ഇവരിതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞെടുത്താണ് രാഹുലിന്റെ ആദ്യ വോട്ട് ചോരി ആരോപണത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുകയും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ജെൻസിയാണ്. അപ്പൊ ജെൻസി ഒപ്പം കൂട്ടാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് രാഹുലിന്റെ വിജയം തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞാലും. അതായത് എല്ലാ കാലത്തും രാഷ്ട്രീയത്തിലും ഈ പൊതുകാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരും ഉണ്ടാകും. ഇതിലൊന്നിലും താല്പര്യമില്ലാത്ത ഒരു വിഭാഗവും എല്ലാ തലമുറയിലും ഉണ്ടാകും. അതുപോലെ ഈ പുതിയ ജെൻസി തലമുറയിലും അങ്ങനത്തെ കുറച്ച് പേരുണ്ടാവാം. അതല്ലാതെ ഇതിലെല്ലാം താല്പര്യമുള്ളവരും രാഷ്ട്ര പുരോഗതിയിലേക്ക്
ഉറ്റുനോക്കുന്നവരുമായ പുതിയ തലമുറക്കാരുമുണ്ടാകും. അവർക്കെല്ലാവർക്കും രാഹുൽ ഗാന്ധിയെ മനസ്സിലാക്കാൻ കഴിയും. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവർ രാഹുലിനോടൊപ്പം തന്നെ നിൽക്കുമെന്നും നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയും.